ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർജിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നാളത്തെ കേസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. നാളെ നമുക്ക് ഹൈക്കോടതിയിൽ ഒരു കേസുണ്ട്. നമ്മുടെ ബെയിൽ അപ്ലിക്കേഷനാണ്. ബെയിൽ അപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ മാസം 30-ാം തീയതിയാണ്. അപ്പോൾ 1-ാം തീയതി ഇത് ഫസ്റ്റ് ഹിയറിംഗ് നടന്നു. അന്ന് പിന്നെ ഇഡിയുടെ വക്കീൽ പറഞ്ഞു നമുക്ക് സമയം വേണം, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് സമയം വേണം പറഞ്ഞു. 2 ആഴ്ച നീട്ടി വെക്കാൻ പറഞ്ഞു. അപ്പോൾ 2 ആഴ്ച നീട്ടി വെച്ചിരിക്കുകയാണ്. ആ 2 ആഴ്ച നീട്ടി വെച്ചിരിക്കുന്ന ദിവസമാണ് 14-ാം തീയതി, നാളെ. അപ്പോൾ ഇത് ഹോണറബിൾ ജസ്റ്റിസ് CS ഡയസിൻ്റെ ബെഞ്ചിലാണ് ഈ സംഭവം വരുന്നത്. 202 ഇതിൻ്റെ കേസ് നമ്പർ. അപ്പോൾ പ്രതാപന് വേണ്ടിയിട്ട് ശ്രീ അനിൽ S. രാജാണ് നയിക്കുന്ന ടീമാണ് ഇതിനു വേണ്ടിയിട്ട് വാദിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ PP വേണ്ടിയിട്ടുള്ള വക്കീൽ, ആരുടെ പേര് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നില്ല. എന്തായാലും നാളെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. തള്ളിയില്ലെങ്കിൽ നീട്ടിവെക്കും, അതാണ് ഉണ്ടാകാൻ പോകുന്നത്. അല്ലാതെ മറിച്ചൊരു വിധിയും ഇവർക്ക് കിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇനിയിപ്പോൾ ഇങ്ങനെയൊരു ഈ കേസ് എന്താണ്, ഈ ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്ന സമയത്ത് കുറ്റപത്രം തയ്യാറായിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലെ ഒരു പ്രതിക്ക് ജാമ്യം കിട്ടുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണെന്ന് PMLA കോടതി കണ്ടെത്തിയ ഒരു പ്രതിക്ക് അന്വേഷണത്തിലിരിക്കുന്ന സമയത്ത് ഹൈക്കോടതി ജാമ്യം കൊടുക്കുമെന്ന് ചിന്തിക്കുന്നത് തന്നെ തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് തള്ളിക്കഴിഞ്ഞാലും ഇവർക്ക് വേറെ അടുത്തൊന്നും കൊടുക്കാനും പറ്റില്ല. അപ്പോൾ ഒരുപാട് സമയം കഴിയണം എന്നുള്ളതാണ്. പുതിയ സാഹചര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാൻ വളരെ പ്രയാസമാണ് എന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാരെ അറസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ ചൂട് പിടിച്ചിട്ടുണ്ടാവും ഈ മാസം, അടുത്ത മാസമൊക്കെ ആയിട്ട്. അപ്പോൾ ആര് കൊടുക്കും? അപ്പോൾ ബൈ. അപ്പോൾ നാളത്തെ കേസിൻ്റെ കാര്യം ഇത്രയുണ്ടാവും. അതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ.